ഈ വിഷയത്തിലുള്ള നിലപാട് അവരെഴുതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഇവരുടെ നിലപാട് എന്താണെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ജിന്നിനോടുള്ള സഹായാർത്ഥനയുള്ള നിലപാട് ഇത് എന്റെ ധാരണ തിരുത്തുന്നു എന്നതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ആർക്കാണ് അങ്ങനെയൊക്കെ വാദമുള്ളത്? ഹയ്യ ഹാദിർ ഖാദിർ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നവരോ അല്ലെങ്കിൽ വിസ്ഡം വിഭാഗത്തിന്റെ ഭാഗമായി തീർന്നവരോ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെ ഒരു വാദമുണ്ടോ? അവർക്ക് കൂടിയുള്ള ധാരണ തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കത്ത്. ഇവരുടെ നിലപാട് പറയാണ്, അള്ളാഹിനോട് മാത്രമേ ഇസ്തിആനത്ത് നടത്താൻ പാടുള്ളൂ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇയാക്ക എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എന്ന അർത്ഥം കിട്ടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, എന്നാൽ ജിന്നുകളോടുള്ള സഹായാർത്ഥന അത് താഴെ പറയുന്ന രൂപത്തിലാണ് അതിന്റെ വിശദാംശം. എന്താണ്? ഒന്നാമത്തേത് അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ഫിമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് ഫഹാദാ ശിർകുൻ അക്ബർ യുഖ്രിജു മിനൽ മില്ല. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും ആ കാര്യം കഴിയില്ല. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ്, മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. നോക്കണം, ഏത് ജിന്നിനോടുള്ള ഏത് സഹായാർത്ഥനയാണ് ശിർക്കാകുന്നത്? അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോ രോഗശമനം, അതേപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക, നരകത്തിൽ നിന്ന് അകറ്റുക തുടങ്ങിയ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ സന്താനത്തെ നൽകുക തുടങ്ങിയതൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന, അള്ളാഹു അല്ലാതെ വേറെ ആർക്കും കഴിയാത്ത കാര്യങ്ങൾ അത് ജിന്നിനോട് തേടിയാൽ അത് ശിർക്കാണ്, വലിയ ശിർക്കാണ്. അതേപോലെ അത് മില്ലത്തിൽ നിന്ന് ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. നീ ചോദിച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കണം. നീ സഹായം ചോദിച്ചാൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യണം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, ഒരു സൃഷ്ടിക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ആഖിറത്തിന്റെ ശിക്ഷയിൽ നിന്ന്, ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ ഇൽമ് നേടാൻ, ലോകത്തിൽ നിന്ന് ആഫിയത്ത് കിട്ടാൻ, ഖുർആനും ഹദീസിലും ഫഹ്മ് നേടാൻ, ഹിദായത്ത് ചോദിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? സഅല റബ്ബഹു ദാലിക്, അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഹയ്യായ ഹാദിറായ ഖാദിറായ ജിന്നിനോട് സൃഷ്ടികൾക്ക് കഴിയുന്ന വിഷയത്തിൽ സഹായം തേടിയാൽ അതെന്താവുകയില്ല? ഫഹാദ ഹറാമുൻ വലാ യജൂസ്, അത് ഹറാമാണ്, അനുവദനീയമല്ല. അത് ഹറാമാണ്, അനുവദനീയമല്ല. എന്തല്ല? ശിർക്കാവുകയില്ല, അത് ശിർക്കാവുകയില്ല. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സൃഷ്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് കൊടുത്ത കാര്യങ്ങളാണെങ്കിൽ ഏതുപോലെ കൈകാര്യകർത്താക്കളോട്, നേതാക്കന്മാരോട് ചോദിക്കുന്ന പോലെ, അതേപോലെ തൊഴിലാളികളോട് ചോദിക്കുന്നത് പോലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? അവരോട് ചോദിക്കാം.